ഓൾജിൻസ് കോക്ക്, മച്ചാന്റെ മലാഖ, ഡയറക്ടർ ബോബൻ സാമുവൽ, പ്രൊഡ്യൂസർ എബ്രഹാം മാത്യു. അതുപോലെ ഈ സിനിമയുടെ ബല്ലാത്ത ചതി കഥ എഴുതിയിരിക്കുന്നത് ജക്സൺ ആന്റണി. അതിലും വല്ലാത്ത ചതിയായിട്ടുള്ള തിരക്കഥ സംഭാഷണം എഴുതിയിരിക്കുന്നത് അജീഷ് പി തോമസ്. പിന്നെ മറ്റ് ടെക്നിക്കൽ കൈകാര്യം ചെയ്തിട്ടുള്ള ബിഹൈൻഡ് ദ ക്യാം ആൾക്കാരെ പറയുന്നില്ല. കന്യാദാനം സീരിയൽ ഈസ് ബെറ്റർ. അതുപോലെ ഔസേ ബച്ചൻ, ദ ലെജൻഡറി ഔസേ ബച്ചനാണ് ഈ സിനിമയുടെ ഒറിജിനൽ സ്കോർ ആൻഡ് മ്യൂസിക് ചെയ്തിരിക്കുന്നത്. അദ്ദേഹത്തിന് റോളും കൊടുത്തിട്ടുണ്ട്. റോള് പെടുത്തിയാണെന്ന് തോന്നുന്നു. ഇങ്ങനെ ഒരു ടൈറ്റിൽ സോങ്, ക്രിഞ്ച് ടൈറ്റിൽ സോങ്. അങ്ങനെ തന്നെ പടം ആരംഭിച്ച് ആദ്യം തന്നെ അപകടം ഫയർഫോഴ്സ് കാണിക്കുന്നത്. ആർട്ടിൽ ആരോ എന്തോ ബോർഡൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് റോഡ് സൈഡിൽ. അത് കണ്ടപ്പോഴേ മനസ്സിലായി പെട്ടിക്കട സെറ്റപ്പാണെന്ന്. ഫയർഫോഴ്സ് അപകടം. അവിടെ തുടങ്ങുന്നു സിനിമ. കഥാനായകൻ സൗബിൻ ഷാഹിർ ഒരു KSRTC ബസ് കണ്ടക്ടറാണ്. ആദ്യം തന്നെ ബസ് സ്റ്റാൻഡ് കാണിക്കുന്നു. അവിടെ ഇദ്ദേഹം ഒരു പെൺകുട്ടിയെ, മറ്റൊരു കണ്ടക്ടറെ, ഒരു സ്ത്രീ എന്ന് പറയാം, അവരെ കാണുന്നൊരു സീനുണ്ട്. അത് കമ്പോസ് ചെയ്ത് അത് എടുത്തു വെച്ചിരിക്കുന്നതും അതിലെ ഇവരുടെ പെർഫോമൻസ് കണ്ടപ്പോഴേ മനസ്സിലായി എന്തുമാത്രം ആർട്ടിഫിഷ്യലാണെന്ന്. ഈ സൗബിൻ ഷാഹിർ എന്ന് പറയുന്ന നടൻ, അദ്ദേഹത്തിനെ നല്ല സിനിമയ്ക്കകത്ത് കിട്ടിക്കഴിഞ്ഞാൽ അദ്ദേഹത്തെ ബെസ്റ്റാണ്. എത്രയോ എക്സാമ്പിൾസ് ഉണ്ട്. ഇതേ അദ്ദേഹത്തെ തന്നെ ഇതുപോലത്തെ കൂതറ സിനിമകളിൽ കിട്ടിക്കഴിഞ്ഞാൽ ഇത്രയും വേസ്റ്റായിട്ട് അഭിനയിക്കുന്ന ഒരാൾ, ഇത്രയും വേസ്റ്റായിട്ട്. കാരണം എനിക്ക് തോന്നുന്നു പുള്ളിക്ക് തന്നെ അറിയാൻ തോന്നുന്നത് വയ്യ, പടത്തിന് വയ്യ, ഇനി ഇങ്ങനെയൊക്കെ മതി. വെള്ളരിപ്പട്ടണം, ജാക്ക് ആൻഡ് ജിൽ കുറേ പടങ്ങളുണ്ട് പുള്ളി അങ്ങനെ അഭിനയിച്ചിട്ടുള്ളത്. ഇതിലും അതേ അവസ്ഥ. പുള്ളി ഇങ്ങനെ സാധാരണ സംസാരിക്കുമ്പോൾ ഡയലോഗ് പറയുന്നു. പിന്നെ നായികയായിട്ട് ഇങ്ങനെ ചിരിക്കുന്നത്, സംസാരിക്കുന്നത്, ബസ് സ്റ്റാൻഡിനകത്തുള്ള കടക്കാരനടുത്ത് സംസാരിക്കുന്നത്, കടക്കാരനെ പിന്നെ അത് അടിമുടി ആർട്ടിഫിഷ്യാലിറ്റി തുടക്കം മുതൽ തന്നെ ഫീൽ ചെയ്തു. അതിനനുസരിച്ചുള്ള BGM പിന്നെ ടെക്നിക്കൽ സൈഡ് ഞാൻ പറഞ്ഞല്ലോ. സൗബിൻ്റെ ക്യാരക്ടറിൻ്റെ പേര് സജീവൻ. പിന്നെ നേരത്തെ പറഞ്ഞ സ്ത്രീയുടെ പേര് ചന്ദ്രിക. അങ്ങനെ സജീവൻ്റെ ചന്ദ്രികയുടെയും ക്രിഞ്ച് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് അതോ കടന്നു വരുന്നു നമിത പ്രമോദിൻ്റെ പൊന്നോ. അസഹനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊരു ക്യാരക്ടർ, ഒരു അവിഞ്ഞ ക്യാരക്ടർ. അതിൽ അവിഞ്ഞ രീതിയിൽ ഓവറാക്കി ചളമാക്കി അങ്ങ് അഭിനയിക്കുക നമിത പ്രമോദ്. KSRTCക്കകത്തുള്ള സീനുണ്ട് കണ്ടക്ടറോട് ചൂടാവുന്നത്. അതിനിടയ്ക്ക് ഡ്രൈവർ തിരിഞ്ഞു നോക്കുക. ഡ്രൈവർക്ക് ഭയങ്കര ഇതാണല്ലോ, പുറകോട്ട് തിരിഞ്ഞു നോക്കുക ഇടയ്ക്ക്. വേറെ ഒരു ലോകത്ത് ആദ്യമായിട്ടൊരു സ്ത്രീ സംസാരിക്കുക. അതുപോലത്തെ ഡയലോഗ്സ്. അങ്ങനെ നമിത പ്രമോദിൻ്റെ പെർഫോമൻസ് കണ്ട് തുലിയിരിഞ്ഞു പോയി. അതുപോലത്തെ പെർഫോമൻസ് അയ്യേന്നായിപ്പോയി. പിന്നെ ഇവരെ കോമ്പിനേഷൻ സീന്, സംസാരം. അല്ലെങ്കിൽ കോമഡിയൊക്കെ ഉണ്ട്. കണ്ടക്ടർ ചോദിക്കും എങ്ങോട്ടാ, ഇപ്പോൾ വീട്ടിലേക്കാ, ഹോ കോമഡി. പിന്നെ അതുപോലെ നീ എന്നെ പഠിപ്പിക്കാൻ വരരുതേ, നിന്നെ പഠിപ്പിക്കുന്നത് സ്കൂളില്ല, അങ്ങനത്തെ ഡയലോഗും കോമഡിയൊക്കെയാണ്. പിന്നെ പോത്തും കുട്ടീൻ്റെ വയ്യ ഓടുക, ചളിയിൽ വീണ് ഉരുളുക, പോത്തും ചളിയിൽ, ഓടിയ ആൾക്കാരും ചളിയിൽ, അങ്ങനെ വരുന്നത്. അപ്പോൾ അത് കോമഡിയാണല്ലോ. അങ്ങനത്തെ കുറേ കോമഡികളൊക്കെ ഉണ്ട്. അങ്ങനെ പോകുന്ന സിനിമ. അതിനിടയ്ക്ക് ഒരു KSRTC ഉദ്യോഗസ്ഥൻ, ആരാണ് എന്താണോ എന്നറിയില്ല, പേരൊന്നറിയില്ല, അദ്ദേഹത്തിൻ്റെ ഒരു പെർഫോമൻസ്. ഇതുപോലത്തെ ഒരു ആർട്ടിഫിഷ്യാലിറ്റി വരെ നാണം കിട്ടുമോ, അതുപോലത്തെ ആർട്ടിഫിഷ്യൽ പെർഫോമൻസ്. നമിത പ്രമോദും അദ്ദേഹവും സൗബിനും കൂടുതൽ കോമ്പിനേഷൻ സീന്. അവിടെ കിടന്ന് എന്തൊക്കെയോ പറയുക, ആർക്കോ മരുന്ന് വാങ്ങാൻ ഓടി ഒരു സ്ത്രീ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ലോജിക്കുമില്ല. അത് പോട്ടെ, ഈ അഭിനയ കൃത്രിമത്വവും ആർട്ടിഫിഷ്യാലിറ്റിയൊക്കെ പോട്ടെ, ഈ കാണിക്കുന്ന കാര്യത്തിൽ എന്തെങ്കിലും ഒരു ലോജിക്കൽ സെൻസ് വേണ്ടേ. കണ്ടക്ടറോട് എന്തോ പറയുന്നു, കണ്ടക്ടർ കാറെ കയറ്റി കൊണ്ടുപോകുന്നു. കാർ ഓടിക്കുന്നത് മറ്റേ കനകേഷ് ലോകരാജ് അങ്ങാണ്ടാണ് കാർ ഓടിക്കണത്. ഇങ്ങനെ പോകുന്ന സിനിമ ഇതിങ്ങനെ കണ്ടിരിക്കുക പറയും തോറും ഇത് അയ്യോ എന്നുള്ള ഫീലിംഗ്. വിനീത് ശ്രീനിവാസൻ പാടിയ ഒരു ക്രിഞ്ച് സോങ്, കരിവള എന്ന് പറഞ്ഞിട്ട് സോങ്, അത് ചിത്രീകരിച്ച് വെക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ സേവ് ദ ഡേറ്റ് ഇല്ലേ, അതൊക്കെ ഒരു തീം വെച്ച് ചെയ്യൂലേ, നാടൻ തീമൊക്കെ വെച്ചിട്ട് അതുപോലെ എടുത്ത് വെച്ചേക്കുന്നു. പിന്നെ ദിലീഷ് പോത്തൻ ഒന്നും വയ്യേ, ഇദ്ദേഹമൊക്കെ ഇങ്ങനെ ക്യാരക്ടറൊക്കെ ചെയ്യുന്നത് അറിയില്ല. പിന്നെ വിനീത് തട്ടിൽ, അദ്ദേഹം പിന്നെ ആസ് യൂഷ്വൽ വെള്ളമടി. വിനീത് തട്ടിലുണ്ടോ വെള്ളമടി ഗ്യാരണ്ടി. പക്ഷെ അദ്ദേഹം, ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹം വെള്ളമടിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ തന്നെ വെള്ളമടിക്കാൻ തോന്നും. അത്രയ്ക്കും നാച്ചുറൽ വെള്ളമടിക്കാരണം, ടച്ചിങ്സ് പോലും ആവശ്യമില്ല. പുള്ളി ഇതിലും ആസ് യൂഷ്വൽ കലക്കിയിട്ടുണ്ടാവും. ഇങ്ങനെ പോകുന്ന സിനിമ. ഇതിനകത്തേക്ക് പിന്നെ അതാ വരുന്നു ശാന്തി കൃഷ്ണയുടെ ക്യാരക്ടർ പറഞ്ഞാൽ വേസ്റ്റ് ക്യാരക്ടർ, വേസ്റ്റ് പെർഫോമൻസ്. അതായത് ഇറിറ്റേഷൻ ഉണ്ടാക്കുന്ന പെർഫോമൻസ്, കണ്ടിരിക്കാൻ പറ്റില്ല. മറ്റേ കങ്കുവ കണ്ടു കഴിഞ്ഞിട്ട് വരുമ്പോൾ മറ്റേ റെഡിൻ കിങ് സ്ക്രീനെ കിട്ടിക്കഴിഞ്ഞു ഇങ്ങനെ ചെയ്യുന്ന പറഞ്ഞില്ലേ ഒരുത്തൻ,
അതുപോലത്തെ ഒരു ക്യാരക്ടർ. അച്ചാതി ശാന്തി കൃഷ്ണ. മനോജ് കെ യു പണ്ട് സന്തോഷ് തിയേറ്ററും എല്ലാ സിനിമയിലും മരിക്കുന്നു പറഞ്ഞ പോലെ ഇദ്ദേഹത്തിന് എല്ലാ സിനിമയിലും തീരെ എന്താ പറയുക ഒരു കഴിവില്ലാത്ത ഒരാളായിട്ട്, മീൻസ് നിസ്സഹായനായിട്ട് അങ്ങനെയുള്ള കഥാപാത്രം അദ്ദേഹം അങ്ങനെ ജീവിക്കുകയായിരുന്നു. ഒരു സ്ഥിരം ചെയ്യുന്ന കഥാപാത്രം മനോജ് കെ യു. പിന്നെ ആര്യ ബഡായൊക്കെ ഉണ്ട്, എന്തിനോ വേണ്ടി തിളച്ച സാമ്പാർ, പിന്നെ ലക്ഷ്മി ജയൻ, ഇങ്ങനെ കുറച്ച് കഥാപാത്രങ്ങളൊക്കെ ഉണ്ട്. ഇങ്ങനെ പോകുന്ന ഒരു സിനിമ. ഇത് എന്താണ് ഇവർ ഉദ്ദേശിക്കുന്നത് മനസ്സിലാവുന്നേ ഇല്ല. കോമഡിയാണോ, ഫാമിലി ഡ്രാമയാണോ, ഇനി ഇമോഷണലായിട്ട് കണക്ട് ചെയ്യാനാണോ, അല്ലെങ്കിൽ ഭയങ്കര എന്താ പറയുക ഒരു കണ്ടംപററി തീമാറ്റിക് ആയിട്ടുള്ള സാധനം എടുത്തിട്ട് പുരുഷന്മാരുടെ അവസ്ഥ കാണിക്കാനാണോ? അതിൻ്റെ ഇടയ്ക്ക് ദത്തെടുക്കല. ഇത് കല്യാണം കഴിച്ചിട്ട് ഭാര്യൻ്റെ വീട്ടിൽ പോയി താമസിക്കുക. സൗബിൻ്റെ വീട്ടിൽ സൗബിൻ്റെ പെങ്ങളെ ഭർത്താവ് താമസിക്കുന്നുണ്ട്, ദിലീഷ് പോത്തെ. എന്നിട്ട് ദിലീഷ് പോത്തെ സൗബിനെ കളിയാക്കുക. അപ്പോഴതിനെന്ത് ലോജിക്കുള്ളത്? ഇൻ്റർവെല്ലാം കഴിഞ്ഞ ഉടനെ തന്നെ ഒരു ഉറക്കുപാട്ടാണ്. പാട്ട് കേട്ടാൽ തന്നെ ഉറങ്ങിപ്പോകും, അതുപോലത്തെ ഒരു പാട്ട്. പിന്നെ ഇൻ്റർവെല്ലിന് ശേഷം ഞാനൊന്നും പറയുന്നില്ല, കാരണം സ്പോയിലറാണ്. പക്ഷേ അതാണ് ശരിക്കും പറയേണ്ട സാധനം. അതാണ് പക്ക റോസ്റ്റ് ലെവൽ സാധനം. എന്തൊക്കെ അപരാധങ്ങളാണോ എഴുതി വെച്ചിരിക്കുന്നത്, എന്തൊക്കെ അപരാധങ്ങളാണോ കാണിക്കുന്നത്, അത് പറയാനങ്ങനെ മുട്ടുന്നുണ്ട്. അതുപോലെ സാധനം, അന്യായ സാധനം. അതിനുശേഷം പിന്നെ പടം മലങ്കൾട്ടായേ. ഫസ്റ്റ് ഹാഫ് അസഹനീയായി ഇങ്ങനെ പോയി നിന്നതിന് ശേഷം പിന്നെ ഇൻ്റർവെല്ലിന് ശേഷം കാണിച്ചു കൂടുന്ന കോപ്രായങ്ങൾ എന്ന് പറഞ്ഞാൽ പക്ക മലങ്കൾട്ട മെറ്റീരിയലാണ്. കുറേ കോർട്ട് സീനുണ്ട്, പിന്നെ ഏതാ വലിയൊരു എന്താ പറയുക, ഒരു വെടിക്കെട്ട് നടന്നുകൊണ്ടിരിക്കുക. കുറേ നേരമായിട്ട് ഇങ്ങനെ വെടിക്കെട്ട് നടക്കുമ്പോൾ ഒരു വലിയൊരു ഗുണ്ട് പൊട്ടൂല എൻ്റെ ഇടയ്ക്ക്, നല്ല ശബ്ദത്തിൽ. അതുപോലെ ധ്യാനിൻ്റെ എൻട്രി, പിന്നെ ധ്യാനും കൂടി വന്ന് കംപ്ലീറ്റ് മലങ്കൾട്ടാക്കി. അങ്ങനെ പടം അവസാനിക്കുകയാണ്.